ഓപ്പറേറ്റർ എന്ന കോഴ്സിൻ്റെ ഇൻട്രൊഡക്ഷനാണ് ഇന്നത്തെ ക്ലാസ്. എൻ്റെ പേര് ബേബി വിജിലിൻ, ഗവൺമെൻറ് ടെക്നിക്കൽ VHSC സുൽത്താൻ ബത്തേരിയിലെ അധ്യാപികയാണ്. ഈ പ്രസൻറ്റേഷനിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് about the curriculum, then introduction about biometric data and its application, job role, its requirements, course outcome or aim of this course, structure of the course, teaching or training activities, evaluation pattern, മൂല്യനിർണ്ണയ രീതി, higher studies and job opportunities, പിന്നെ finally ഒരു assignment. DBDOയുടെ കരിക്കുലത്തെക്കുറിച്ച് നോക്കാം. സെക്കൻഡറി സ്റ്റുഡൻസിന് വൊക്കേഷണൽ എഡ്യൂക്കേഷന് വേണ്ടി ആണ് ഈ കരിക്കുലം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. നാഷണൽ ഒക്യുപ്പേഷൻ സ്റ്റാൻഡേർഡ് NOS സ്പെസിഫൈ ചെയ്തിട്ടുള്ള ജോബ് റോളാണിത്. NSQF നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് അംഗീകരിച്ചുള്ള സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ട് തന്നെ ഫൈനലി ഈ കുട്ടികൾക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ്, ഈ സ്കിൽ സർട്ടിഫിക്കറ്റ് നാഷണലി അല്ലെങ്കിൽ ഇന്റർനാഷണലി അപ്രൂവ്ഡ് ആയിരിക്കും. കുട്ടികളുടെ അക്കാഡമിക് പഠനത്തോടൊപ്പം ഒരു തൊഴിൽ അല്ലെങ്കിൽ ഒരു സ്കില്ല് കൂടി പഠിക്കുക എന്നുള്ളതാണ് കരിക്കുലത്തിന്റെ പ്രധാന ലക്ഷ്യം. മാത്രമല്ല ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ തൊഴിൽദായകന് അത്യാവശ്യം വേണ്ട സ്കില്ലുള്ള എംപ്ലോയീസിനെ കണ്ടെത്താൻ ഇത്തരത്തിലുള്ള കോഴ്സുകൾ സഹായിക്കുന്നു. കോഴ്സിനെ പറ്റി കൂടുതൽ അറിയുന്നതിന് മുമ്പ് നമുക്ക് ബേസിക് ടെർമിനോളജീസ് നോക്കാം. എന്താണ് ബയോമെട്രിക് ഡേറ്റ? വാട്ട് ഈസ് ബയോമെട്രിക് ഡേറ്റ? Biometrics are physical or behavioral human characteristics to digitally identify a person to grant access to systems, devices or data. ബയോമെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ശാരീരികമായോ സ്വഭാവത്തിലുള്ള സവിശേഷതകൾ ഒരു ഡിജിറ്റലി ഐഡൻറ്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്നു. എന്തിന്? അതൊരു ഡിവൈസിലേക്കാവാം, ഒരു സിസ്റ്റത്തിലേക്കാവാം, ഡേറ്റയിലേക്കായിരിക്കാം. അപ്പം എന്തെല്ലാമാണ് ബയോമെട്രിക് ഡേറ്റ എന്ന് നോക്കാം. കണ്ണിൻ്റെ കൃഷ്ണമണി, ഐറിസ് നമുക്ക് വ്യക്തികളെ തിരിച്ചറിയാൻ ഉപയോഗിക്കാം. ഇറ്റ്സ് എ ബയോമെട്രിക് ഡേറ്റ. അതേപോലെ ഫിംഗർ പ്രിൻറ്റ്, ഫേസ്, പാം, വോയിസ്, ഇതെല്ലാം ബയോമെട്രിക് ഡേറ്റയിൽ ഉൾപ്പെടുന്നതാണ്. ഇമ്പോർട്ടൻസ് ആൻഡ് ആപ്ലിക്കേഷൻസ് ഓഫ് ബയോമെട്രിക് സിസ്റ്റം ഇൻ റിയൽ ലൈഫ്. ബയോമെട്രിക് സിസ്റ്റത്തിന് നിത്യജീവിതത്തിലെ പ്രാധാന്യങ്ങളും ഉപയോഗങ്ങളും എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, ഇറ്റ് ഇംപ്രൂവ്സ് സെക്യൂരിറ്റി. രണ്ടാമത്തത്, വളരെ സൗകര്യപ്രദമാണ്, കൺവീനിയൻ്റ് ആണ്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ബയോമെട്രിക് ഡേറ്റ മോഷ്ടിക്കാൻ സാധ്യമല്ല, ഇറ്റ് കനോട്ട് ബി സ്റ്റോളൻ. നാലാമത്തെ പോയിന്റ്, ബയോമെട്രിക് ഡേറ്റ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ല, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ബയോമെട്രിക് ഡേറ്റ നഷ്ടപ്പെടില്ല, മറന്നു പോകുന്നില്ല. അപ്പം ഇത്രയും കാര്യം ഒന്ന് ജസ്റ്റ് റിവ്യൂ ചെയ്യുവാണെങ്കിൽ നമുക്ക് പറയാം, ഒരു വ്യക്തിയുടെ ഫിംഗർ പ്രിൻറ്റ് അതൊരിക്കലും വേറൊരാൾക്ക് ഇമിറ്റേറ്റ് ചെയ്യാനോ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനോ പറ്റില്ല, അത് മോഷ്ടിച്ചുകൊണ്ടാകാൻ പറ്റുന്നില്ല. അത് ഈ ഒരു ഫിംഗർ പ്രിൻറ്റ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങളൊരു ഡിവൈസിലേക്ക് ആക്സസ് കൊടുക്കുന്നതെങ്കിൽ അത് മറന്നു പോകുന്നില്ല. ജസ്റ്റ് നിങ്ങളൊരു ഫിംഗർ പ്രിൻറ്റ് കാണിച്ചാൽ മാത്രം മതി, അതൊരു പാസ്വേഡ് പോലെയല്ല. അപ്പോൾ അത് ഇറ്റ് കനോട്ട് ബി ലോസ്റ്റ് ഓർ ഫോർഗോട്ടൺ. അതുപോലെ തന്നെ സെക്യൂർ ആണ്, നമ്മളല്ലാതെ വേറൊരാൾക്ക് ആ സിസ്റ്റത്തിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് നമ്മുടെ അതിൻ്റെ ആപ്ലിക്കേഷൻസ് നോക്കാം. ബയോമെട്രിക് സിസ്റ്റം യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ്. ഒന്ന്, ബയോമെട്രിക്സ് അറ്റൻഡൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. മിക്ക ഓർഗനൈസേഷനിലും ഓൾറെഡി ഇംപ്ലിമെൻറ്റഡ് ആണ് ഈ അറ്റൻഡൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. എംപ്ലോയി ഓഫീസിൽ അറ്റൻഡ് ചെയ്താൽ മാത്രമേ, അദ്ദേഹത്തിൻ്റെ ഫിംഗർ പ്രിൻറ്റ് കാണിച്ചാൽ മാത്രമേ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുള്ളൂ. തീർച്ചയായും ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ ബയോമെട്രിക് അറ്റൻഡൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റം സഹായിക്കും. മറ്റ് എക്സാമ്പിൾസ് ആണ് ആധാർ കാർഡ്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, ID കാർഡ്സ് എന്നിവയെല്ലാം. നമുക്കറിയാം ആധാർ നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു 12 ഡിജിറ്റ് നമ്പറാണ്. ആ 12 ഡിജിറ്റ് നമ്പർ കൊണ്ട് വ്യക്തികളെ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ പാസ്പോർട്ട് ആയാലും ഡ്രൈവിംഗ് ലൈസൻസ് ആയാലും ID കാർഡ് ആയാലും മറ്റൊരാൾക്ക് ഫേക്കായിട്ട് ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല.
അതുകൊണ്ട് തന്നെ ബയോമെട്രിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ വളരെയധികം സെക്യൂറായ കൺവീനിയൻ്റ് ആയ ഒരു സിസ്റ്റമാണ്. ജോബ് റോൾ ഓഫ് DBDO. ഈ സ്കിൽ സർട്ടിഫിക്കറ്റ് നേടിയ ഒരാൾക്ക് IT അല്ലെങ്കിൽ IT എനേബിൾഡ് സർവീസ് ഇൻഡസ്ട്രിയിൽ ബയോമെട്രിക് ടെക്നീഷ്യൻ ആൻഡ് ബയോമെട്രിക് കോർഡിനേറ്റർ എന്ന ജോബ് റോളിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഈ ജോബ് റോളിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിക്ക് വേണ്ട റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞാൽ, ഒന്ന്, വേരിയസ് ടെക്നോളജി ട്രെൻഡ്സ് ആൻഡ് പ്രോസസ്സിനെ കുറിച്ച് തറോ നോളജ് ഉണ്ടായിരിക്കണം. ലേറ്റസ്റ്റ് ടെക്നോളജീസിനെ പറ്റിയുള്ള അറിവ്. അതുപോലെ ബയോമെട്രിക് സിസ്റ്റംസ് ആൻഡ് IT റിലേറ്റഡ് കാര്യങ്ങളിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള നോളജ്. ഇത്രയും കാര്യങ്ങളാണ് ഒരു ഡൊമസ്റ്റിക് ബയോമെട്രിക് ഡേറ്റ ഓപ്പറേറ്റർ അല്ലെങ്കിൽ ബയോമെട്രിക് ടെക്നീഷ്യൻ അല്ലെങ്കിൽ ബയോമെട്രിക് കോർഡിനേറ്ററിന് വേണ്ട ജോബ് റിക്വയർമെൻറ്റ്. ഇതെല്ലാം തന്നെ ഈ സ്കിൽ സർട്ടിഫിക്കറ്റ് നേടിയ ആൾക്ക് ഉണ്ടാകും. നെക്സ്റ്റ് സ്ലൈഡ് ബയോമെട്രിക് ടെക്നീഷ്യൻ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഒരു കമ്പ്യൂട്ടർ ഹാർഡ്വെയർ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ഇതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാനും അത് കോൺഫിഗർ ചെയ്യാനും ഒരു ബയോമെട്രിക് ടെക്നീഷ്യന് അറിഞ്ഞിരിക്കണം. 2, കമ്പ്യൂട്ടർ സിസ്റ്റംസ് അല്ലെങ്കിൽ നെറ്റ്വർക്ക്സ് മെയിൻറ്റെയിൻ ചെയ്യാനും മോണിറ്റർ ചെയ്യാനും അറിഞ്ഞിരിക്കണം. 3, ഒരു ബയോമെട്രിക് സിസ്റ്റം അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഇതിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ട്രബിൾ ഷൂട്ട് ചെയ്ത് സോൾവ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. 4, സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഹാർഡ്വെയർ ഫോൾട്ടുകൾ ഉണ്ടെങ്കിൽ ഡയഗ്നോസ് ചെയ്ത് റിസോൾവ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ഒരു ബയോമെട്രിക് ടെക്നീഷ്യൻ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ കോഴ്സ് പഠിച്ചാലുള്ള ഫൈനൽ ഔട്ട്കം, അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്തെല്ലാമാണ് ഈ കോഴ്സിൽ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നത്? സിലബസ് പ്രകാരം നമുക്ക് കസ്റ്റമേഴ്സിനോട് എങ്ങനെ എഫക്റ്റീവായി ഇൻട്രാക്ട് ചെയ്യണം, അത് ഓറൽ ആയിക്കോട്ടെ റിട്ടൺ ആയിക്കോട്ടെ, അത് കൃത്യമായിട്ട് ഏത് രീതിയിൽ എഫക്റ്റീവായി ചെയ്യാൻ പറ്റും എന്നുള്ളത് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. 2, കമ്പ്യൂട്ടേഴ്സിൻ്റെ അടിസ്ഥാന ഘടകങ്ങളായ ഹാർഡ്വെയർ ഇതെല്ലാം ഇൻസ്റ്റാൾ ചെയ്യാനും ട്രബിൾ ഷൂട്ട് ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കുന്നു. അതുപോലെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസും ഇൻസ്റ്റാളേഷനും ട്രബിൾ ഷൂട്ടിങ്ങിനും ഒക്കെ സാധിക്കുന്നു. തീർച്ചയായും ബയോമെട്രിക് ഡിവൈസസിൻ്റെയും കോൺഫിഗറേഷൻസ്, ഇൻസ്റ്റലേഷൻ, ട്രബിൾ ഷൂട്ടിംഗ് ഇതെല്ലാം തന്നെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. പിന്നീട് പഠിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സെൽഫ് മാനേജ്മെൻറ്റ് സ്കിൽ, ലൈക്ക് ഡ്രസ്സിംഗ് സ്റ്റൈൽ, പ്രസൻറ്റേഷൻ സ്റ്റൈൽ, ഇതെല്ലാം തന്നെ ഈ കോഴ്സിൻ്റെ ഭാഗമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് ഓൺട്രപ്രനേറിയൽ സ്കിൽ. ഇത് സ്വന്തമായിട്ട് ഒരു സംരംഭം തുടങ്ങാനുള്ള ഒരു കഴിവ് വിദ്യാർത്ഥിക്ക് ആർജിക്കാൻ അതിനുള്ള എല്ലാ പരിശീലനങ്ങളും ലഭിക്കുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഗ്രീൻ സ്കിൽസ്. ഗ്രീൻ സ്കിൽസ് എന്ന് പറഞ്ഞാൽ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ, നമ്മളുടെ വർക്ക് അതിനനുസരിച്ച് മാനേജ് ചെയ്യാൻ കുട്ടിക്ക് മനസ്സിലാക്കുന്നു. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോമെട്രിക് ഡേറ്റ എൻട്രി ആൻഡ് പ്രോസസ്സിംഗ്, ഇതിനെക്കുറിച്ച് പഠിക്കാൻ സാധിക്കുന്നു. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സേഫായി, ഹെൽത്തിയായി, എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയി നമ്മുടെ വർക്ക് മാനേജ് ചെയ്യാൻ പഠിക്കുന്നു. ഇതെല്ലാം ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫൈനലായിട്ട് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് കോഴ്സ് സ്ട്രക്ചറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ക്ലാസ് 11th-ലും 12th-ലും കൂടി ടോട്ടൽ അവേഴ്സ് എന്ന് പറയുന്നത് 600 അവേഴ്സ് ആണ് DBDOയ്ക്ക് വേണ്ടി ചെലവാക്കുന്നത്. അതായത് ഓരോ വർഷവും 300 അവർ വീതം. ഈ 300 അവറുകളിൽ പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ, തിയറി ക്ലാസ്സുകൾ, OJT, ഫീൽഡ് വിസിറ്റ്, എക്സ്പേർട്ട് ക്ലാസ്സുകൾ ഇതെല്ലാം കൂടി ഉൾക്കൊള്ളിച്ചതായിരിക്കും. DBDO കോഴ്സിനെ 4 പാർട്ടുകളായി തരംതിരിച്ചിട്ടുണ്ട്. പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി, പാർട്ട് ഡി. പാർട്ട് എ എന്ന് പറഞ്ഞാൽ എംപ്ലോയബിലിറ്റി സ്കിൽസ് ആണ്.
കുട്ടി പഠിക്കുന്നത്. അതായത് ക്ലാസ് 11ലും 12ലും പാർട്ട് എയിൽ എംപ്ലോയബിലിറ്റി സ്കിൽസ് ആണ് വിദ്യാർത്ഥി പഠിക്കേണ്ടത്. അതിൽ എന്തൊക്കെയാണ് ടോപ്പിക്സ് വരുന്നതെന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, സെൽഫ് മാനേജ്മെന്റ് സ്കിൽ, ബേസിക് ICT സ്കിൽസ്, ഓൺട്രപ്രനേറിയൽ സ്കിൽസ്, ഗ്രീൻ സ്കിൽസ്. പാർട്ട് ബിയിൽ വൊക്കേഷണൽ സ്കിൽസ് ആണ് വിദ്യാർത്ഥി പഠിക്കേണ്ടത്. അത് ക്ലാസ് 11ലും 12ലും ഡിഫറെൻറ്റ് ടോപ്പിക്സ് ആണ്. മെജോറിറ്റി അതിലുള്ള കാര്യങ്ങൾ വരുന്നത് ബയോമെട്രിക് സിസ്റ്റംസ് ആൻഡ് അതിൻ്റെ ടെക്നോളജി റിലേറ്റഡ് കാര്യങ്ങളായിരിക്കും പഠിക്കുന്നത്. അപ്പം അതിലെ ക്ലാസ് 11ൽ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കുന്നതെന്ന് നോക്കാം. ഫണ്ടമെന്റൽസ് ഓഫ് ഡേറ്റ, പ്രൊസീജിയേഴ്സ് ആൻഡ് ടൂൾസ് ഫോർ ബയോമെട്രിക് ഡേറ്റ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് സിസ്റ്റം മെയിൻ്റനൻസ്, ബേസിക്സ് ഓഫ് ഇൻ്റർനെറ്റ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ബയോമെട്രിക് ഡേറ്റ. ഇത്രയും കാര്യങ്ങളാണ് ക്ലാസ് 11ൽ വിദ്യാർത്ഥി പഠിക്കേണ്ടത്. ക്ലാസ് 12ൽ ആപ്ലിക്കേഷൻസ് ഓഫ് ബയോമെട്രിക് ഡേറ്റ, ഫണ്ടമെന്റൽസ് ഓഫ് ഡേറ്റാബേസ് സിസ്റ്റംസ്, അഡ്വാൻസ്ഡ് ടെക്നോളജീസ്, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മെഷേഴ്സ്. ഇത്രയും കാര്യങ്ങൾ ക്ലാസ് 12ൽ പഠിക്കേണ്ടതുണ്ട്. പാർട്ട് സി എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ വർക്കാണ്. അത് ക്ലാസ് 11ലും 12ലും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഉണ്ടാവും, അതിനെ ബേസ് ചെയ്ത് റിട്ടൺ ടെസ്റ്റ് ഉണ്ടാവും, വൈവ ഉണ്ടാവും. ഇത്രയും കാര്യങ്ങൾ ചേർന്നതാണ് പാർട്ട് സി. പാർട്ട് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി ചെയ്യുന്ന പ്രൊജക്ട് വർക്കുകൾ, ഫീൽഡ് വിസിറ്റുകൾ, ഓൺ ദ ജോബ് ട്രെയിനിങ് OJT, ഇതെല്ലാം തന്നെ പ്രാക്ടിക്കൽ ഫയൽസ് അല്ലെങ്കിൽ സ്റ്റുഡൻറ് പോർട്ട്ഫോളിയോ ആയിട്ട് അതൊക്കെ സൂക്ഷിക്കേണ്ടതുണ്ട്. ഇതിനെല്ലാം തന്നെ കുട്ടിക്ക് മാർക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ അതിനെ ബേസ് ചെയ്ത് ഒരു വൈവയും ഉണ്ടാവുന്നതാണ്. ഇത്രയും 4 ഭാഗങ്ങൾ ചേർന്നതാണ് നമ്മുടെ DBDO കോഴ്സ്. ടീച്ചിങ് ഓർ ട്രെയിനിങ് ആക്ടിവിറ്റീസ്. എങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ പഠന രീതികൾ അല്ലെങ്കിൽ പരിശീലന രീതികൾ എന്ന് നോക്കാം. ഒന്നാമത് ക്ലാസ് റൂം ആക്ടിവിറ്റീസ്. ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ള ലെക്ചർ സെഷൻസ്, ഡിസ്കഷൻസ്, ഇതെല്ലാം ഒരു ട്രെയിൻഡ് വൊക്കേഷണൽ ടീച്ചർ കണ്ടക്ട് ചെയ്യും. അതുപോലെ രണ്ടാമതായി പ്രാക്ടിക്കൽ വർക്കിന് നമ്മുടെ സ്കൂളിലെ ലബോറട്ടറി അല്ലെങ്കിൽ വർക്ക്ഷോപ്പ് യൂസ് ചെയ്ത് പ്രാക്ടിക്കൽ വർക്ക് നടക്കും. അതിൽ കുട്ടികൾക്ക് ഹാൻഡ്സ് ഓൺ ട്രെയിനിങ്, സിമുലേറ്റഡ് ട്രെയിനിങ്, റോൾ പ്ലേ, കേസ് ബേസ്ഡ് സ്റ്റഡീസ്, എക്സസൈസസ് എല്ലാം ഉൾപ്പെടുന്നു. മൂന്നാമതായി ഫീൽഡ് വിസിറ്റ്സ്. ഫീൽഡ് വിസിറ്റ്സ് വഴി കുട്ടികൾക്ക് റിയൽ ടൈം എക്സ്പീരിയൻസ് ആണ് ലഭിക്കുന്നത്. എക്സ്പേർട്ട് ക്ലാസ്. ഡിപ്പാർട്ട്മെന്റുമായി ടൈഅപ്പുള്ള ഇൻഡസ്ട്രിയൽ പാർട്ട്നേഴ്സ് വന്ന് കുട്ടികൾക്ക് ഒരു 10 മണിക്കൂർ എക്സ്പേർട്ട് ക്ലാസ് ഓരോ വർഷവും ലഭിക്കുന്നു. ഓൺ ദ ജോബ് ട്രെയിനിങ് അല്ലെങ്കിൽ OJT. ഫസ്റ്റ് ഇയറിൽ 4 സെക്കൻഡ് ഇയറിൽ 8 ദിവസങ്ങൾ OJTക്കായി മാറ്റിവെച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് റിയൽ ആയിട്ട് ഒരു എക്സ്പീരിയൻസ് OJTയിലൂടെ ലഭിക്കുന്നു. DBDയുടെ കാര്യത്തിലാണെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളാണ് OJT സെന്ററായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു അക്ഷയ സെന്ററിൽ എന്താണ് ദിവസത്തിൽ സംഭവിക്കുന്നത്, അവിടുത്തെ റിയൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വിദ്യാർത്ഥിക്ക് ലഭിക്കുന്നു. ഈ ഫീൽഡ് വിസിറ്റും ഓൺ ദ ജോബ് ട്രെയിനിങ്ങിനെയൊക്കെ ബേസ് ചെയ്ത് കുട്ടികൾക്ക് പ്രോജക്റ്റ് വർക്ക് ചെയ്യാവുന്നതാണ്. ഇതിനെ ബേസ് ചെയ്ത് അവർക്കൊരു പോർട്ട്ഫോളിയോ പ്രിപ്പറേഷൻ ചെയ്യാം. പോർട്ട്ഫോളിയോ എന്നാൽ അവരുടെ എക്സ്പീരിയൻസ് ആണ്. അത് ഒരു ആൽബം ആയിരിക്കാം, ഒരു റെക്കോർഡായിരിക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 15 മാർക്കാണ് പോർട്ട്ഫോളിയോയ്ക്ക് മാത്രം വിദ്യാർത്ഥിക്ക് കിട്ടുന്നത്. ഈ കോഴ്സിൻ്റെ ഇൻഡസ്ട്രിയൽ പാർട്ട്നേഴ്സിനെ കുറിച്ചാണ് അടുത്ത ഭാഗം. കുട്ടികൾക്ക് OJTയിലും എക്സ്പേർട്ട് ക്ലാസ്സും നടത്താനായി ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ സെലക്ട് ചെയ്ത ഇൻഡസ്ട്രിയൽ പാർട്ട്നേഴ്സാണ് അക്ഷയ, ESSL എന്നീ സ്ഥാപനങ്ങൾ. കുട്ടികൾക്ക് റിയൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് കിട്ടാൻ, റിയൽ ടൈമിലുള്ള എക്സ്പീരിയൻസ് കിട്ടാൻ ഇത്തരം ഇൻഡസ്ട്രിയൽ പാർട്ട്നേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നു. ഇവാലുവേഷൻ പാറ്റേൺ, മൂല്യനിർണ്ണയ രീതി. പാർട്ട് എയ്ക്കും പാർട്ട് ബിക്കും എങ്ങനെയാണ് മാർക്കുകളുടെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് നോക്കാം. പാർട്ട് എ ആൻഡ് പാർട്ട് ബി
75 മാർക്കുകളാണ് ഉള്ളത്. ഓരോന്നിൻ്റെയും സ്പ്ലിറ്റപ്പ് ടേബിളിൽ കാണിച്ചിരിക്കുന്നു. എംപ്ലോയബിലിറ്റി സ്കിൽ, അതിന് തിയറി എക്സാമിന് 10 മാർക്കും സ്കിൽ ഇവാലുവേഷന് 15 മാർക്കും, അങ്ങനെ ടോട്ടലി എംപ്ലോയബിലിറ്റി സ്കില്ലിന് വേണ്ടി 25 മാർക്കാണ് ഉള്ളത്. വൊക്കേഷണൽ സ്കില്ലിന് തിയറി എക്സാമിന് 40 മാർക്കും സ്കിൽ ഇവാലുവേഷന് 35 മാർക്കും, ടോട്ടൽ 75 മാർക്ക്. അങ്ങനെ ഒരു ഇയറിൽ പാർട്ട് എ ആയ എംപ്ലോയബിലിറ്റി സ്കില്ലും പാർട്ട് ബി വൊക്കേഷണൽ സ്കില്ലും ചേർന്ന് 100 മാർക്കാണ് ഉള്ളത്. ഇവാലുവേഷനെ 2 ഭാഗമായി തരംതിരിച്ചിരിക്കുന്നു: TE ആൻഡ് സ്കിൽ ഇവാലുവേഷൻ. TE എന്നാൽ തിയറി എക്സാം. ഫൈനൽ മാർച്ച് എക്സാമിൽ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും ചേർന്ന് D+ ഗ്രേഡ് കിട്ടിയാൽ പാസ്സാകും. സ്കിൽ ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ 2 ഘടകങ്ങളുണ്ട്: PE ആൻഡ് PWE, പ്രാക്ടിക്കൽ എക്സാം ആൻഡ് പ്രോജക്റ്റ് വർക്ക് ഇവാലുവേഷൻ. സ്കിൽ ഇവാലുവേഷൻ കാറ്റഗറിയിൽ 50% മാർക്ക് ഓരോ വർഷവും ലഭിക്കേണ്ടതാണ്. പ്രാക്ടിക്കൽ എക്സാം, സ്റ്റുഡൻറ് പോർട്ട്ഫോളിയോ, വൈവ എന്നിവയിലൂടെയാണ് ഈ മാർക്ക് ലഭിക്കേണ്ടത്. കുട്ടിയുടെ നോളജ് സ്കിൽ, ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ് യൂസ് ചെയ്യുന്നതിനുള്ള പരിചയം, വർക്ക് പ്ലേസിലെ ഹൈജീൻ, എക്കണോമിക്കായി മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നത്, വർക്കിലുള്ള ക്വാളിറ്റി, ഇതെല്ലാം ഇവാലുവേറ്റേഴ്സ് നോക്കുന്നു. 2 ഇവാലുവേറ്റേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. ഒന്ന് സബ്ജക്ട് ടീച്ചർ ഉണ്ടാവും. രണ്ടാമത്തെ ഇവാലുവേറ്റർ എന്ന് പറഞ്ഞാൽ സെക്ടർ സ്കിൽ കൗൺസിൽ സർട്ടിഫൈ ചെയ്ത ഒരു എക്സ്പേർട്ട് ആയിരിക്കും. ഗ്രേഡുകളുടെ പെർസെൻറ്റേജ് ലിസ്റ്റ് അല്ലെങ്കിൽ സ്കോർ ലിമിറ്റ് നമുക്ക് ഈ ടേബിളിൽ കാണാവുന്നതാണ്. തിയറി എക്സാമിന് മിനിമം പാസ് മാർക്ക് എന്ന് പറയുന്നത് D+ ഗ്രേഡ് ആണ്. പാറ്റേൺ ഓഫ് മാർച്ച് എക്സാം. ടോട്ടൽ 100ലാണ് മാർക്ക്. അതിൽ TE 50ലും PWE 15ലും PE 35ലും ആണ്. ടോട്ടൽ അവേഴ്സ് തിയറി എക്സാമിനേഷന് വേണ്ടി മാത്രം 2.5 മണിക്കൂറാണ്. ഇനി ഹയർ സ്റ്റഡീസിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഈ കോഴ്സിന് ശേഷം പ്രൊഫഷണൽ ഡിഗ്രിയായ BTech അല്ലെങ്കിൽ BE എൻട്രൻസ് വഴി കീം അല്ലെങ്കിൽ JE പോലെയുള്ള എൻട്രൻസ് എഴുതി അഡ്മിഷൻ നേടാവുന്നതാണ്. അതുപോലെ BSc എല്ലാ സബ്ജക്ട്സും ബയോളജി റിലേറ്റഡ് അല്ലാത്ത ഒഴികെ, അതുപോലെ LLB, BA, BCom, BBA, ഡിപ്ലോമ കോഴ്സസ്, TTC എന്നിവയിലെല്ലാം തന്നെ കുട്ടികൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ്. പോളിടെക്നിക് ഡിപ്ലോമയിൽ ലാറ്ററൽ എൻട്രി വഴി, അതായത് ഡയറക്റ്റ് സെക്കൻഡ് ഇയറിലേക്ക് കുട്ടികൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ്. ബയോളജി ആവശ്യമില്ലാത്ത ഏത് കോഴ്സിനും ഇതിനു ശേഷം ചേരാം. അത് ജേർണലിസ്റ്റ് ആയിക്കോട്ടെ, ഹോട്ടൽ മാനേജ്മെൻറ്റ് ആയിക്കോട്ടെ, അങ്ങനെ എല്ലാ മേഖലകളിലേക്കും കുട്ടികൾക്ക് ഹയർ സ്റ്റഡീസിന് പോകാവുന്നതാണ്. IT or IT enabled services, ആധാർ ഓപ്പറേറ്റർ, ബയോമെട്രിക് ഓപ്പറേറ്റർ, ബയോമെട്രിക് ടെക്നീഷ്യൻ, ബയോമെട്രിക് കോർഡിനേറ്റർ എന്നീ ജോബുകളെല്ലാം തന്നെ ചെയ്യാൻ ഇവർ പ്രാപ്തരായിരിക്കും ഈ കോഴ്സിന് ശേഷം. ഇതുവരെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ എത്രത്തോളം മനസ്സിലാക്കി എന്നതിനായി നിങ്ങൾക്ക് ഒരു 3 ക്വസ്റ്റ്യൻ അസൈൻമെൻ്റ് ആയി തരുന്നു. ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിച്ച് നിങ്ങളുടെ കൺസേൺ ടീച്ചറിനെ ഏൽപ്പിക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ബയോമെട്രിക് ഡേറ്റ? സെക്കൻഡ്, prepare a note on importance of biometric data in our day-to-day life. Third, what is the job role of a biometric technician? Thank you.